SMS മെഡിറ്റേഷൻ എന്താണ്? ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. മാനസികം, ശാരീരികം, ദാമ്പത്തികം, സാമ്പത്തികം ഈ 4 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. SMS മെഡിറ്റേഷൻ ഈ 4 പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമാണ്. 14 ഡയമെൻഷൻസ് ഉള്ള ഈ പ്രപഞ്ചത്തിൽ വെറും 3ാമത്തെ ഡയമെൻഷനിൽ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ഈ ഒരു ശരീരം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ കാണുന്ന നമ്മുടെ ശരീരം കൂടാതെ നമുക്കുള്ളിൽ 7 സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ട്. ഇതിൽ 5 നമ്മുടെ തന്നെ സൂക്ഷ്മ ശരീരങ്ങളും 6 ഗുരുതത്വവും 7 പ്രപഞ്ച തത്വവുമാണ്. സൂക്ഷ്മ ശരീരത്തിലാണ് പ്രപഞ്ച എനർജി സ്വീകരിക്കുന്നത്. സിം കാർഡ് ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലെയാണ് ഇന്ന് നമ്മൾ. നമ്മുടെ താളം തെറ്റിയ ജീവിത രീതികൾ കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചവുമായി വളരെയധികം അകന്നു ജീവിക്കുന്നതുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുടെ ഭാഗമായി നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. തന്മൂലം പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ ഇല്ലാതായി. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല എന്നർത്ഥം. പ്രപഞ്ചം അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് നമുക്ക് ലഭ്യമാകില്ല. പ്രപഞ്ചവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിൽ സ്വീകരിക്കുന്ന പ്രപഞ്ച എനർജി നമ്മുടെ ഈ ശരീരത്തിലേക്ക് വരികയില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. 7 സൂക്ഷ്മ ശരീരങ്ങളിൽ 5 ആക്ടിവേറ്റ് ചെയ്താൽ മറ്റ് ജീവജാലങ്ങളെ പോലെ മനുഷ്യനും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിക്കാൻ സാധിക്കും. SMS മെഡിറ്റേഷനിലൂടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്ത് സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സ്ഥൂല ശരീരത്തോട് അറ്റാച്ച് ചെയ്ത് നമ്മളെ പ്രപഞ്ചവുമായി യോജിപ്പിക്കുന്നു. അതോടെ നമ്മൾ മനുഷ്യരും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിക്കുവാൻ പ്രാപ്തരാകും. ഇതിലൂടെ നമ്മുടെ രോഗങ്ങൾക്കെല്ലാം കാരണമായ ത്രിദോഷങ്ങളെ, അതായത് വാതം, പിത്തം, കഫം ബാലൻസ് ചെയ്ത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മോചനവും ലഭിക്കുന്നു. നമ്മുടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പ്രപഞ്ചം തന്നെ റിപ്പയർ ചെയ്തു തരുന്നത് സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. സൺ മെഡിറ്റേഷൻ. രാവിലെ സൂര്യ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാകുന്നു. കോംപ്ലിക്കേറ്റഡ് മെമ്മറി ശരീരത്തിൽ നിന്നും ഇല്ലാതാകുന്നതോടെ നമ്മുടെ 5 സൂക്ഷ്മ ശരീരങ്ങളും ആക്ടിവേറ്റ് ആയി നമ്മളോട് അറ്റാച്ച്ഡ് ആവും. ചിന്തകളില്ലാതെ ബോധമനസ്സ് ശാന്തമാകുന്നു. അതോടെ ഇന്നലെകളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളില്ലാതെ, നാളെയെപ്പറ്റി വ്യാകുലപ്പെടാതെ, ചിന്തകളൊന്നുമില്ലാതെ ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. കൂടാതെ സൂര്യനിൽ നിന്ന് നേരിട്ട് എനർജി സ്വീകരിക്കാൻ സാധിക്കും. അതോടെ നമുക്ക് ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ 1/3 ഭക്ഷണം മതി എന്ന അവസ്ഥയിലെത്തും. മൂൺ മെഡിറ്റേഷൻ. രാത്രി ചന്ദ്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. എല്ലാവിധ ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നു. സ്റ്റാർ മെഡിറ്റേഷൻ. രാത്രി നക്ഷത്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദശാസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജാതകം മാറ്റിക്കുറിക്കുന്നു. നിത്യജീവിതത്തിൽ SMS മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? SMS മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിക്കുന്നു. അതോടെ നമ്മുടെ ചിന്താഗതികൾ മാറുന്നു. ഒരു ഗുരുതത്വത്തിലൂടെ മാത്രമേ സാധാരണക്കാരായ നമുക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ. ഗുരുതത്വത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് SMS മെഡിറ്റേഷൻ ഒരു ജീവിതചര്യയാക്കി മുന്നോട്ട് പോകുമ്പോൾ പ്രപഞ്ചവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനോടും സ്നേഹവും ആദരവും അനുകമ്പയും ഒക്കെ ഉണ്ടാകും. ക്ഷമയും ത്യാഗവും നന്ദിയും പശ്ചാത്താപവും ജീവിതത്തിന്റെ ഭാഗമാകും. അനാവശ്യമായ പ്രതികരിക്കൽ, ആവേശം, രക്തത്തിളപ്പ്, വിദ്വേഷം, പക, അസൂയ, നുണപറയൽ, ശാപവാക്കുകൾ, ശൃംഗാരം, മത്സരബുദ്ധി, വ്യഭിചാരം, ലഹരി പദാർത്ഥങ്ങളോടുള്ള ആവേശം, ക്രോധം, കാമം തുടങ്ങി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതും നമ്മളെ നശിപ്പിക്കുന്നതുമായ വാസനകൾ പതിയെ പതിയെ ഇല്ലാതാവും. സത്യവും ധർമ്മവും മനസ്സിലാക്കി ജീവിക്കാൻ പ്രാപ്തരാകുന്നു. വ്യക്തികളിലെ മാറ്റം കുടുംബത്തിൽ മാറ്റമുണ്ടാക്കുന്നു. ദാമ്പത്യ ജീവിതവും കുടുംബ ബന്ധങ്ങളും ശക്തിപ്പെടും. ജന്മജന്മാന്തരങ്ങളായുള്ള നമ്മുടെ കർമ്മഫലങ്ങൾ എരിയിച്ചു കളയാൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് മനസ്സമാധാനവും സന്തോഷവും ശാന്തതയും ജീവിതത്തിലേക്ക് വന്നു ചേരും. മാനസികം, ശാരീരികം, ദാമ്പത്തികം ഇവ 3 ശരിയായാൽ സാമ്പത്തികം വന്നു ചേരും. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ മാത്രമേ ധനം സമ്പാദിക്കാൻ പാടുകയുള്ളൂ. അങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ തലമുറകൾ നിലനിൽക്കും. കച്ചവട ലാഭത്തിനു വേണ്ടി അധർമ്മ മാർഗത്തിലൂടെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല. അധർമ്മ മാർഗത്തിലൂടെ ആർജിക്കുന്ന ഒന്നും ഈ തലമുറയ്ക്ക് പോലും അനുഭവയോഗ്യമാവില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഓരോരുത്തരും തന്റെ സമ്പാദ്യത്തെക്കാൾ കൂടുതൽ ആശുപത്രികളിൽ ചിലവഴിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രവുമല്ല, മനസമാധാനം നഷ്ടപ്പെട്ട ഒരു ജനത നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. ധർമ്മമാർഗത്തിൽ സമ്പാദിച്ച 99 രൂപയുടെ കൂടെ അധർമ്മ മാർഗത്തിൽ സമ്പാദിച്ച 1 രൂപ വച്ചാൽ 100 രൂപയും അധർമ്മമാണ്. അങ്ങനെ ധർമ്മമാർഗത്തിലൂടെ വന്നു ചേരുന്ന ധനം ധാർമ്മിക മൂല്യമുള്ള പ്രവൃത്തികൾക്ക് മാത്രമേ ചിലവഴിക്കാൻ പാടുകയുള്ളൂ. അവിടെ ബന്ധങ്ങൾ, റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ഇവിടെ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ എന്ന് നമ്മൾ പ്രാപ്തരാകുന്നുവോ അന്ന് പ്രപഞ്ചം വേണ്ടുവോളം സമ്പത്ത് നമുക്ക് നൽകും.
കൊന്നു തിന്ന് സഹജീവികളോട് യാതൊരു അനുകമ്പയുമില്ലാതെ നടക്കുന്ന ഒരാൾ സഹതാപം അർഹിക്കുന്നില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രവൃത്തിക്ക് പ്രപഞ്ചം കൊടുക്കുന്ന ശിക്ഷയാണ്. ഓരോ ജീവിയെ കൊല്ലുമ്പോഴും സ്വന്തം പ്രാണനു വേണ്ടി മിണ്ടാപ്രാണികൾ ഇതുപോലെ നമ്മളോട് യാചിക്കുന്നുണ്ട്. നാം ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി വ്യക്തികളിൽ മാറ്റം വന്ന് നന്നാവാൻ വേണ്ടിയാണ് പ്രപഞ്ചം ഒരുവന് ശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് സഹതാപം തോന്നി സഹായിക്കുമ്പോൾ ആ വ്യക്തിക്ക് നന്നാവാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ്. ഇതിന്റെ കർമ്മഫലം നമ്മളും അനുഭവിക്കേണ്ടി വരും. ഇന്നുവരെ എന്തൊക്കെ ചെയ്തോ അതിൽ നിന്നെല്ലാം മോചനം നേടി നന്നാവാനുള്ള ഒരു അവസരമാണ് SMS മെഡിറ്റേഷനിലൂടെ ഒരുക്കുന്നത്. ശാശ്വതമായ ഒരു മാറ്റമില്ലാതെ താൽക്കാലികമായി പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമോ ചെയ്ത് വീണ്ടും കർമ്മഫലങ്ങൾ കൂട്ടി നരക ജീവിതം നയിച്ച് ഈ ഭൂമുഖത്ത് നിന്നും യാത്രയാകുന്നതിൽ എന്തർത്ഥം? എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വതമായ പരിഹാരം ആത്മവിദ്യയിലൂടെ മാത്രമേ കൈവരികയുള്ളൂ. നമ്മുടെ ജീവിത ലക്ഷ്യം മോക്ഷമാണ്. മോക്ഷം എന്നത് ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതാണ്. മരണശേഷം മറ്റൊരാൾക്ക് മോക്ഷം കൊടുക്കാൻ മക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് മരണശേഷം കർമ്മഫലമായി അനുഭവിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ശരീരപീഡയാണ്. മൃത്യുവിനെ ജയിക്കുവാനുള്ള വിദ്യയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അതിന് ഒരു ഗുരുമാർഗത്തിലൂടെ, അതായത് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന വഴിയിലൂടെ ജീവിക്കണം. ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മറ്റ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും ഉത്തരമാണ് സൂര്യചന്ദ്ര നക്ഷത്ര ധ്യാനം. ഇതിലൂടെ ഒരുവന്റെ ജന്മജന്മാന്തരങ്ങളായുള്ള കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ജീവിതം സഫലമാക്കി സമാധിയാവാൻ ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. ഗുരുവിന്റെ അനുവാദമോ അനുഗ്രഹമോ ഇല്ലാതെ ആരും മെഡിറ്റേഷൻ ചെയ്യരുത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മവിദ്യയാണ്. ആത്മാവിനെ സ്വയം അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് ആത്മീയത. ആത്മാവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ എല്ലാം സൂക്ഷ്മത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. 14 ഡയമെൻഷനുള്ള ഈ പ്രപഞ്ചത്തിൽ വെറും 3rd ഡയമെൻഷൻ മാത്രം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന നമുക്ക് സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാകും? ഇവിടെയാണ് ആത്മജ്ഞാനികളായ ഒരു ഗുരുവിന്റെ പ്രാധാന്യം. ഗുരുക്കന്മാർ സൂക്ഷ്മലോകത്തിന്റെ വക്താക്കളാണ്. അവർ പ്രപഞ്ചത്തിലെ എല്ലാ ഡയമെൻഷൻസും അനുഭവിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിഞ്ഞവരാണ്. അതുകൊണ്ട് ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ സൂക്ഷ്മലോകത്തെ പരിചയപ്പെടുത്താനും ഗൈഡ് ചെയ്യാനും സാധ്യമാകൂ. ഈ നിബന്ധനകൾ ഒന്നും പാലിക്കാതെ മെഡിറ്റേഷൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ തസ്മൈ ഉത്തരവാദിയല്ല.